ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കോർപ്പറേഷൻ സംഘടിപ്പിച്ച കലാമേള താരകം ശ്രദ്ധേയമായി. സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കോർപ്പറേഷൻ സംഘടിപ്പിച്ച കലാമേള താരകം ശ്രദ്ധേയമായി. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും രക്ഷിതാക്കൾക്കും കലാമേള എന്നതിലുപരി തങ്ങൾ തനിച്ചല്ല, എല്ലാവരും ഒപ്പമുണ്ട് എന്ന ബോധ്യത്തിന്റെ ദിനമായിരുന്നു ഇത്. രാവിലെ മുതൽ സ്വാഗത നൃത്തം, കപ്പിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഒപ്പന, ഫാൻസി ഡ്രസ്, കവിത, ഉപകരണ സംഗീതം, നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വേദികളിൽ നിറഞ്ഞു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോഴിക്കോട്ടും കേരളത്തിലെ പലയിടത്തും പ്രത്യേകമായി നടക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അവരെ ചേർത്ത് നിർത്തി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കുളത്തറയിലും അതുപോലെ തന്നെ നമ്മുടെ റഹ്മാനിയ സ്കൂളിനോടൊക്കെ ചേർന്നിട്ടുള്ള കുറെ പേരെ റെസിഡൻഷ്യലായി താമസിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. വിദേശത്തുള്ളവർ കേരളത്തിൽ വന്ന് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. അതോടൊപ്പം സർക്കാരും എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യാണ്. അതിൽ ഞാൻ എടുത്തു പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ അത്തരക്കാർക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയും പ്രത്യേക കരുതലും പ്രത്യേകമായ ഒരു ഉത്സാഹവും കൂടിയാണ്. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PK നാസർ, കൗൺസിലർമാരായ K. മൊയ്തീൻ കോയ, VP മനോജ്, KC ശോഭിത, SM തുഷാര, കൺവീനർ P. നൂർജഹാൻ, V. പ്രവീൺ കുമാർ, V. ഹരീഷ്, K. തങ്കമണി, രശ്മി രാമൻ, ബാലൻ കാട്ടുങ്ങൽ, R. ജയന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന നേതൃസമ്മേളനം ഓഗസ്റ്റ് 16 കോഴിക്കോട് നടക്കും. സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനപരവും അവഗണനാപരവുമായ നിലപാടുകൾക്കെതിരെ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കടലിന്റെ പ്രക്ഷോഭം കാരണം കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഭാരിച്ച ഇന്ധനത്തിന്റെ ചിലവും മത്സ്യബന്ധന മേഖല നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇന്ധനത്തിന്റെ ചെലവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ ഏതാണ്ട് 10% വരെ വിൽപ്പന നികുതിയിൽ ഇളവ് നൽകുന്നുണ്ട്. നമ്മളെ കേരളം ഒഴികെ. കേരളം മാത്രം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. മത്സ്യബന്ധന യാനങ്ങൾക്കായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർ നേരിടുന്ന ജപ്തി ഭീഷണി തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഈ മേഖല നേരിടുന്നത്. മത്സ്യബന്ധനം എന്നത് മത്സ്യലഭ്യതയെ കൂടി ആശ്രയിച്ചുള്ളതാണ്. ഭാരിച്ച ഇന്ധനച്ചെലവ് മത്സ്യത്തൊഴിലാളികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വിവിധ സംസ്ഥാനങ്ങൾ മത്സ്യബന്ധനത്തിനായുള്ള ഇന്ധനത്തിന് നികുതിയിൽ ഇളവ് നൽകുന്നു. ബോട്ടിനും വള്ളങ്ങൾക്കുമുള്ള ഡീസലിന് കേരളം ഒഴിച്ചുള്ള സർക്കാരുകൾ നികുതി ഇളവ് നൽകുന്നു. എന്നാൽ കേരള സർക്കാർ മാത്രം ഇന്ധന നികുതിയിൽ ഇളവ് നൽകാൻ തയ്യാറാവുന്നില്ല. കാലഹരണപ്പെട്ടതായ ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും ഇൻഷുറൻസ് വ്യവസ്ഥകളും കാലാനുസൃതമായി പരിഷ്കരിക്കാൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇനിയും തയ്യാറായിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ സംസ്ഥാന നേതൃയോഗം തീരദേശ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 16 രാവിലെ 10 നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം.
വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി പീതാംബരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഉദയഘോഷ്, സംസ്ഥാന ഉപാധ്യക്ഷൻ സി ശ്രീനിവാസൻ, ജില്ലാ അധ്യക്ഷൻ എ കരുണാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ രാമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ഹോട്ടൽ വുഡീസ് ബ്ലേഷറിൽ വെച്ച് നടന്ന പരിപാടി MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾക്കെതിരെ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിര വളർച്ച ഉറപ്പാക്കുന്നതിനും കാർഷിക ബിസിനസ് സംരംഭങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും സുസ്ഥിര വളർച്ച ഉറപ്പുവരുത്തുന്നതിനുമായി രൂപം കൊടുത്ത കേര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഹോട്ടൽ വുഡീസ് ബ്ലേഷറിൽ വെച്ച് കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബോധവൽക്കരണ ശില്പശാല നടത്തി. കേര പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, വ്യവസായ വാണിജ്യ വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്, VFPCK തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായാണ് ബോധവൽക്കരണ ശില്പശാല നടത്തിയത്. കേര പദ്ധതിയുടെ ടെക്നിക്കൽ ഓഫീസർമാരായ ജേക്കബ് ജോയ്, സിനോ ജേക്കബ് മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു. കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് മുന്നിൽ കൃഷിയാണ് കേരളത്തിന്റെ കരുത്ത് എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൽ മജീദ് TP അധ്യക്ഷത വഹിച്ചു. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P രാജീവ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ രാജീവ് M, CWRDM സയന്റിസ്റ്റ് ഡോക്ടർ ആശിഷ് K, ചതുർവേദി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചു. കേര കണ്ണൂർ റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ സ്മിത ഹരിദാസ് K സ്വാഗതവും കേര കണ്ണൂർ ഡെപ്യൂട്ടി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ഷീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം ധോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓഗസ്റ്റ് 15 ആസാദി സ്ക്വയർ സംഘടിപ്പിക്കുമെന്ന് SDPI. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന ശീർഷകത്തിൽ ജില്ലയിലെ 30ഓളം കേന്ദ്രങ്ങളിലാണ് ആസാദി സ്ക്വയർ സംഘടിപ്പിക്കുന്നത്. രാജ്യസ്നേഹികൾക്ക് സന്തോഷം പകരുന്ന, ആത്മാഭിമാനം ഉണർത്തുന്ന റിപ്പോർട്ടുകളല്ല പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബാഹ്യവും ആന്തരികവുമായ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണകൂടം തന്നെയാണ് അതിൽ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രീതിയിൽ
വോട്ടുകള്ളന്മാരിൽ നിന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് ആസാദി സ്ക്വയർ എന്ന പേരിൽ കേരളത്തിലുടനീളം 300ഓളം കേന്ദ്രങ്ങളിലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ദേശീയ പതാക ഉയർത്തൽ, ബഹുമുഖ വ്യക്തികളെ ആദരിക്കൽ, ഫ്രീഡം ക്വിസ്, ചിത്രരചന മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ആരാമ്പ്രത്തും ചേളന്നൂരിലും നടക്കുന്ന ആസാദി സ്ക്വയർ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്യും. പേരാമ്പ്രയിൽ നടക്കുന്ന ആസാദ് സ്ക്വയർ മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറി പപ്പൻ കണ്ണാട്ടി ഉദ്ഘാടനം ചെയ്യും. ദളിത് ചിന്തകൻ ഇ വേലായുധൻ, അംബേദ്കറിസ്റ്റ് മഹേഷ് ശാസ്ത്രി, SDPI ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി K ഷമീർ, ജില്ലാ സെക്രട്ടറി ബാലൻ നടുവണ്ണൂർ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷിജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണം ഖാദി മേളയോടനുബന്ധിച്ച് സമ്മാന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേളയോടനുബന്ധിച്ച് ഖാദി ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്ന 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയിലെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിൽ കൂപ്പൺ നമ്പർ 82107 നീമ ഷാഹിൻ സമ്മാനത്തിന് അർഹയായി. നീമ ഷാഹിൻ, കോഴിക്കോട്. 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായി ലഭിക്കുക. തിരുവോണത്തെ വരവേൽക്കുന്നതിനായി ഇറക്കിയ ക്യാരറ്റ് കേക്കിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഒരു ജനകീയ വിപ്ലവമായി, ജനകീയമായ വലിയൊരു കൂട്ടായ്മയായി ഈ ഖാദി പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന നമ്മുടെ പൂർവികർ നെയ്തെടുത്ത ഒരു മഹത്തായ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമാണ് എന്നുള്ളത് വളരെ സത്യമാണ്. ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ ജിഷ കെ അധ്യക്ഷയായ ചടങ്ങിൽ KVIB അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷബീന NK, JJ ഓർഗാനിക്സ് ജോസ് പന്തപ്പള്ളിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാം പ്രസാദ് സ്വാഗതവും എംപോറിയം മാനേജർ T ഷൈജു നന്ദിയും പറഞ്ഞു. മെഗാ നറുക്കെടുപ്പ് ഒക്ടോബർ 7-നാണ് നടത്തുന്നത്. 1ാം സമ്മാനമായി ടാറ്റയുടെ ടിയാഗോ EV കാറും 2ാം സമ്മാനമായി ബജാജ് ചേതക് EV സ്കൂട്ടർ ഓരോ ജില്ലയിൽ 1 വീതവും 3ാം സമ്മാനമായി 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ 50 പേർക്കും ലഭിക്കും. മേളയോടനുബന്ധിച്ച് 30% ഗവൺമെന്റ് റിബേറ്റും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. മേളയ്ക്ക് സെപ്റ്റംബർ 4-ന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായാണ് പ്രകടനം നടന്നത്. സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയുള്ള ഉറപ്പായ MSP നടപ്പാക്കുക, വായ്പകൾ എഴുതിത്തള്ളുക, സ്വകാര്യവൽക്കരണവും നിർബന്ധിത ഭൂമി ഏറ്റെടുക്കലും നിർത്തലാക്കുക, ഇന്ത്യ-US വ്യാപാര കരാറിനെതിരായ പ്രതിരോധമുയർത്തുക, സഹകരണ ഫെഡറലിസത്തിനെതിരായ ദേശീയ സഹകരണ നയം 2025 റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമുയർത്തി സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിൽ നടന്ന പരിപാടി SZIEF ജോയിന്റ് സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം ചെയ്തു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷത വഹിച്ചു. TC ബസന്ത്, ഗോവിന്ദ് മേനോൻ, C രവീന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വടകരയിൽ N ഗിരീഷ് ബാബു, P ശശിധരൻ, KP ഷൈനു, കൊയിലാണ്ടിയിൽ VP അജയൻ, K രേഖ, പേരാമ്പ്രയിൽ P സുരേഷ്, രാധ, താമരശ്ശേരിയിൽ ബിന്ദു ശങ്കർ, K അബ്ദുറഹ്മാൻ, രാമനാട്ടുകരയിൽ MK തിലക്, PM ബിന്ദു, കോഴിക്കോട് ബ്രാഞ്ച് 1-ൽ V ശശികുമാർ, AK വിനോദൻ, കോഴിക്കോട് ബ്രാഞ്ച് 2-ൽ K ജിതേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മറ്റക്കര സുകുമാരൻ നായർ സ്മാരക താളിയോല പുരസ്കാരം ജയശങ്കർ പൊതുവെത്തിന്. സുകുമാരൻ നായരുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും എഴുത്തുകാരനും പുസ്തക പ്രസാധകനുമായിരുന്ന മറ്റക്കര സുകുമാരൻ നായരുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് താളിയോല സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. മറ്റക്കര സുകുമാരൻ നായർ സ്മാരക താളിയോല പുരസ്കാരം 55 വർഷമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ജയശങ്കർ പൊതുവത്തിന് സമർപ്പിച്ചു. VK സരസമ്മ പൊന്നാട അണിയിച്ചു. KG രഘുനാഥ് മാധ്യമ നൈതികത എന്ന വിഷയത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സമിതി പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. സോമൻ അമ്പാട്ട്, പത്മനാഭൻ വേങ്ങേരി, PP ഉണ്ണികൃഷ്ണൻ, ബാലചന്ദ്രൻ പുതുക്കുടി, അനീഷ സുബൈദ, VP സനീപ് കുമാർ, V ചന്ദ്രശേഖരൻ, SA ഗുഡ്സി, വിജയൻ ചേളന്നൂർ, PP ഗൗരിശങ്കർ, റോയ്സൺ എന്നിവർ പ്രസംഗിച്ചു. ജയശങ്കർ പൊതുവത്ത് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജ്വല്ലറി ബിസിനസിൽ വിപ്ലവം സൃഷ്ടിക്കാൻ 11 പില്ലേഴ്സ് പ്രോഗ്രാമുമായി TGN അക്കാദമി. കോഴിക്കോട് അരയിടത്ത് പാലം TGN ടവറിൽ നടന്ന ചടങ്ങിൽ AKG SMA സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജ്വല്ലറി ബിസിനസ് മേഖലയിൽ മികച്ച വളർച്ചയും വിജയവും സുസ്ഥിരമായ ലാഭവും നേടാൻ സഹായിക്കുന്നതിനായി ഉടമകൾക്ക് 11 പില്ലേഴ്സ് പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമായുള്ള TGN അക്കാദമി. ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറി ബിസിനസ് ബ്ലൂ പ്രിന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രോഗ്രാം ഒരു ജ്വല്ലറി ബിസിനസ് ലാഭകരമായി കെട്ടിപ്പടുക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു ഘടന അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചെയർമാൻ ഷുക്കൂർ കിനാലൂർ, MD അബ്ദുൽ കരീം പഴിയേരിയിൽ, നിഷാന്ത് തോമസ്, രാജേഷ് ശർമ്മ എന്നിവർ പറഞ്ഞു. ജ്വല്ലറി വ്യവസായത്തിൽ 20 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള നിഷാന്ത് തോമസ് ആണ് TGN അക്കാദമിയുടെ സ്ഥാപകനും ചെയർമാനും. സർവീസ്, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക്, മാർക്കറ്റിംഗ്, കസ്റ്റമർ, സ്റ്റാഫ്, സെയിൽസ്, ക്യാഷ്, പർച്ചേസ്, ഇൻസ്പെക്ഷൻ, കംപ്ലൈന്റ് എന്നിങ്ങനെ ബിസിനസിന്റെ 11 പ്രധാന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടായിരിക്കും പഠനം. ഈ 11 വിഷയങ്ങളിലും വളരെ ശാസ്ത്രീയമായ വിശകലനങ്ങളും കാഴ്ചപ്പാടുകളുമായിരിക്കും അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും ബിസിനസ് ഉടമകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നിന്നും ഒരു മികച്ച ഓണ്ടർപ്രണറായി തീരുവാനുള്ള എല്ലാ പരിശീലനവും ലഭ്യമാകും. AKG SMA സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിസിനസ് ഉടമകൾക്കുള്ള പ്രോഗ്രാമിന് പുറമെ മാനേജർമാർക്കും സ്റ്റാഫുകൾക്കുമായുള്ള പ്രത്യേക ട്രെയിനിംഗ് പ്രോഗ്രാമും TGN അക്കാദമി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു അക്കാദമി എന്ന നിലയിൽ സ്വർണ്ണ വ്യാപാരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന ഒരു അക്കാദമി എന്ന നിലയിൽ ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇങ്ങനെ ഒരു അക്കാദമിക്ക് തുടക്കമെടുത്തത്. നിഷാന്ത് തോമസിനെ ഞാൻ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. കോഴിക്കോട് അരയിടത്തു പാലത്തിന് സമീപം TG ടവറിൽ 3ാം നിലയിലാണ് TGN അക്കാദമി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കോർപ്പറേഷൻ സംഘടിപ്പിച്ച കലാമേള താരകം ശ്രദ്ധേയമായി.
സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.